കൊച്ചിയിൽ ഇനിയിപ്പോൾ പുതുവർഷത്തിന്റെ സമയത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. പുതുവർഷത്തെക്കുറിച്ച് പറയുമ്പോൾ കൊച്ചിയിലെ ഏറ്റവും വലിയ ആഘോഷം എന്ന് പറയുന്നത് ഫോർട്ട് കൊച്ചിയിൽ പാപ്പാഞ്ഞിയെ കത്തിക്കുന്നതും അവിടുത്തെ അന്നത്തെ ഒരു നൈറ്റ് വൈബൊക്കെയാണല്ലോ. പക്ഷേ ഇത്തവണ അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ രണ്ട് പാപ്പാഞ്ഞിയെ കൊണ്ടുവച്ചിരിക്കുകയാണല്ലേ. ഒന്ന് വെളി മൈതാനത്ത് സ്ഥിരമായിട്ട് അവിടെ സംഘാടക സമിതി സ്ഥാപിക്കുന്ന പാപ്പാഞ്ഞി, അതല്ലാതെ മറ്റൊരു ടീം വേറൊരു പാപ്പാഞ്ഞിയെ കൊണ്ടുവച്ചിട്ട് അതിനെയും കത്തിക്കണമെന്ന് പറയുന്നു. പോലീസ് അത് വിലക്കുകയും ചെയ്തു. അവർ കോടതിയിൽ പോയിരിക്കുന്നു അല്ലേ? അതെ, അതാണ് മനു സംഭവിച്ചത്. ഇത് സാധാരണഗതിയിൽ ഇങ്ങനെ ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൗണ്ടിൽ അവിടെ ഇപ്പോൾ കാർണിവൽ കമ്മിറ്റിയുണ്ട്. ആ കാർണിവൽ കമ്മിറ്റിയാണ് ഈ ന്യൂ ഇയർ ആഘോഷം സംഘടിപ്പിക്കുന്നത്. അവരാണ് ഇത്തരത്തിൽ 50 അടിയോളം പൊക്കമുള്ള പാപ്പാഞ്ഞിയെ സ്ഥാപിച്ച് അത് പുതുവത്സര ദിനത്തിൽ 31-ാം തീയതി രാത്രി 12 മണിക്ക് കത്തിച്ച് ആഘോഷിക്കുന്നത്. അതേസമയം തന്നെ ഈ ഫോർട്ട് കൊച്ചിയിൽ പലയിടങ്ങളിലായി പാപ്പാഞ്ഞികളെ കത്തിക്കാറുണ്ട് എന്നുള്ളതാണ് അവിടെയുള്ളവർ പറയുന്നത്. അത് പക്ഷേ ഇത്ര വലിയ പാപ്പാഞ്ഞികളായിരിക്കില്ല, ചെറിയ ചെറിയ പാപ്പാഞ്ഞികളെ നിർമ്മിച്ച് കത്തിക്കുന്നു. അത് അവിടുത്തെ ഫോർട്ട് കൊച്ചിക്കാരുടെ ഒരു ആഘോഷം എന്നുള്ള നിലയിലാണ് അത് സംഘടിപ്പിച്ചു വരുന്നത്. പക്ഷേ ഇത്തവണ ഈ പരേഡ് ഗ്രൗണ്ടിൽ ഉള്ളതുപോലെ തന്നെ വലിയൊരു പാപ്പാഞ്ഞി, ഏതാണ്ട് 50 അടിയോളം പൊക്കമുള്ളൊരു പാപ്പാഞ്ഞി വെളി മൈതാനത്തും സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോഴുള്ളൊരു പ്രശ്നം, അവിടെ നടക്കുന്നത് പോലുള്ള ആഘോഷം, അത്തരത്തിലുള്ളൊരു ആകർഷണം ഇവിടുത്തെ ആഘോഷത്തിനും ഉണ്ടാകും. അത് ഈ ആളുകളുടെ തിരക്ക് അവിടെയും ഇവിടെയുമൊക്കെ ഒരുപോലെ വർദ്ധിപ്പിക്കാൻ ഇടയാക്കും. അപ്പോഴുള്ളൊരു സുരക്ഷാ പ്രശ്നം, അത് കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും എന്നുള്ളത് ചൂണ്ടിക്കാട്ടിയാണ് പോലീസ്, മട്ടാഞ്ചേരി അസിസ്റ്റന്റ് കമ്മീഷണർ ഇത് ഈ വെളി മൈതാനത്തെ ഈ പാപ്പാഞ്ഞിയെ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു നോട്ടീസ് നൽകിയത്. പക്ഷേ സംഘാടകർ പറയുന്നത്, ഗാല ഡി ഫോർട്ട് കൊച്ചി എന്ന് പറയുന്ന ഒരു സാംസ്കാരിക സംഘടനയാണ് ഈ വെളി മൈതാനത്ത് ഇങ്ങനെ പാപ്പാഞ്ഞിയെ സ്ഥാപിച്ചത്. അവർ പറയുന്നത് ഇത് പതിവായുള്ളൊരു ആഘോഷമാണ്, ഇതിലൊരു വിലക്ക് കൽപ്പിക്കേണ്ടതില്ല, ഫോർട്ട് കൊച്ചിക്കാരുടെ ഒരു വൈകാരികമായ ഒരു നിമിഷം കൂടിയാണ് ആ തരത്തിൽ ഇങ്ങനെ കത്തിക്കുന്നത്, ഇത് മറ്റൊരു തരത്തിലുള്ള സുരക്ഷാ പ്രശ്നങ്ങളും ഉണ്ടാക്കില്ല, അതുകൊണ്ട് അതിനൊരു അനുമതി വേണം എന്നുള്ളതാണ് അവരുടെ ഒരു ആവശ്യം. അക്കാര്യം കോടതിയെ ബോധ്യപ്പെടുത്താൻ അവർ ശ്രമിക്കുന്നുണ്ട്. ബന്ധപ്പെട്ട വകുപ്പുകളുടെയൊക്കെ അനുമതി ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി അവർ ഹൈക്കോടതിയെ സംബന്ധിച്ചപ്പോൾ കോടതി ചൂണ്ടിക്കാട്ടിയതും അതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിലക്ക് ഏർപ്പെടുത്തിയത്, എന്തുകൊണ്ടാണ് എന്ന് വിശദീകരിക്കണം എന്നാണ് പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. ഒപ്പം തന്നെ ബന്ധപ്പെട്ട വകുപ്പുകൾ അനുമതി നൽകിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രേഖകൾ ഹാജരാക്കണമെന്ന് ഈ സംഘാടകരോടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇരു കൂട്ടരോടും ഇക്കാര്യത്തിലൊരു വിശദീകരണം കോടതി തേടിയിരിക്കുകയാണ്. അത് ഇന്ന് അവധിക്കാല ബെഞ്ചാണ്, വെക്കേഷനാണ്. പക്ഷേ അവധിക്കാലത്ത് അത്യാവശ്യ കേസുകൾ കേൾക്കാനായി കോടതി പ്രവർത്തിക്കുന്നുണ്ട്. ജസ്റ്റിസ് ഈശ്വരൻ്റെ ബെഞ്ചാണ് അവധിക്കാല ബെഞ്ചായി ഇന്ന് പ്രവർത്തിക്കുന്നത്. അദ്ദേഹം ഈ രണ്ട് കൂട്ടരെയും ഇന്ന് കേൾക്കും. പോലീസിന് പറയാനുള്ളതും ഒപ്പം ഈ സംഘാടകർക്ക് പറയാനുള്ളതും കേട്ട ശേഷം ഒരു അന്തിമ തീരുമാനമെടുക്കും. അത് അവർക്ക് അനുകൂലമാവും എന്നാണ് ഈ ഗാല ഡി ഫോർട്ട് കൊച്ചിക്കാരുടെ ഒരു പ്രതീക്ഷയും. മനു, ശരി, ഏതായാലും ആ പ്രതീക്ഷകളൊക്കെ അങ്ങനെ നിൽക്കട്ടെ. അല്ല ഉമേഷേ, നമ്മളെ വിളിക്കുന്നില്ലേ പാപ്പാഞ്ഞി കത്തിക്കുന്നത് കാണാനൊന്നും? ഫോർട്ട് കൊച്ചിയിലേക്ക് ക്ഷണിക്കുന്നില്ലേ? ഞങ്ങളൊക്കെ ഇവിടെ തിരുവനന്തപുരത്ത് ഇങ്ങനെ നിൽക്കുകയല്ലേ, വരണ്ടേ? തീർച്ചയായും ഇതങ്ങനെ ഒരു പ്രത്യേക ക്ഷണത്തിന്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മനുവിന് എപ്പോൾ വരാം, നേരത്തെ തന്നെ ആഘോഷത്തിൽ പങ്കുചേരാം. അത് തന്നെയാണ് വിളിച്ചത്. ഔദ്യോഗിക ക്ഷണത്തിന്റെ ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. തിരുവനന്തപുരത്താണെങ്കിലും കൊച്ചിയിലാണെങ്കിലും ഒക്കെ എപ്പോൾ വേണമെങ്കിലും വരാം, ആഘോഷിക്കാം. അപ്പോൾ താങ്ക് യു. സമയം കിട്ടുകയാണെങ്കിൽ ഇറങ്ങാൻ നോക്കാം. ഉമേഷ് ആ രീതിയിൽ നമ്മളോട് ഏറ്റവും സൗഹൃദത്തോടെ പെരുമാറുന്ന ഒരാൾ കൂടിയാണ്. ഉമേഷിൻ്റെ ചിരിയെക്കുറിച്ചൊക്കെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ എഴുതുകയൊക്കെ ചെയ്യുന്നുണ്ട്. ചിരിച്ചുകൊണ്ട് വർത്താനം പറയുന്ന ഉമേഷ്, ആ ഒരു ചിരി ഒരു വല്ലാത്തൊരു ഐശ്വര്യം തന്നെയാണ് ഉമേഷിനെ സംബന്ധിച്ച്. അപ്പോൾ താങ്ക് യു ഉമേഷ്, വാർത്ത നൽകിയതിന്, നമ്മളെ ക്ഷണിച്ചതിന് താങ്ക് യു. പിന്നെ കാണാം.